ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ടിബിലിസിൽ വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ എണീറ്റ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു കഫേ കയറി നമ്മൾ കോഫി കുടിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഞങ്ങളുടെ ഹോട്ടൽ സെൻറ്ററിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഫുൾ സ്ട്രീറ്റും ലോട്ട്സ് ഓഫ് കഫേസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. ഈ കാണുന്നത് നമ്മൾ മദർ ഓഫ് ജോർജിയ കാണാൻ വന്നതാണ്. ഈ ഗാർഡൻ ഏരിയ എല്ലാം അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് മദർ ഓഫ് ജോർജിയയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി കാഴ്ചയാണ്. അവിടുത്തെ സൈറ്റ് സീയിങ് ആയിട്ടുള്ള മോസ്റ്റ്ലി എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സൈറ്റ് സീയിങ് ഡെസ്റ്റിനേഷൻസും നമുക്ക് ഇവിടുന്ന് കാണാം. ഇതാണ് മദർ ഓഫ് ജോർജിയ. ഇത് പണിതിട്ട് അങ്ങനെ അധികം നാളൊന്നും ആയില്ല കേട്ടോ. ഒരു വലിയ സ്റ്റാച്ചു ആണ്. അപ്പോൾ നമുക്ക് ജോർജിയ താഴത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളും കാണാം. ഇതാണ് അവിടുന്ന് കാണാവുന്ന കാഴ്ച. ഇപ്പം നമ്മൾ അതിലക്കടെയൊക്കെ നടന്ന് നമ്മൾ ഇനി താഴത്തേട്ട് പോകാൻ പോവുകയാണ്. അതായത് ഇത് മുകളിലൊരു കുന്നിൻ്റെ പുറത്തുള്ള ഒരു സ്ഥലമാണ് ഈ മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു വെച്ചേക്കുന്നത്. നമ്മൾ ആ താഴത്തുനിന്ന് ചെന്നിട്ട് നമുക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മദർ ഓഫ് ജോർജിയ കാണാം. ഇതാണ് ഇവിടുത്തെ ആ കണ്ട കാത്തഡ്രൽ, അത് കണ്ട ആ പള്ളി, അതുപോലെ ആ ബ്രിഡ്ജ് ഓഫ് പീസ്, അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാണാനുള്ള സംഭവങ്ങൾ. അതെല്ലാം നമുക്ക് അവിടെ നിന്ന് നോക്കി കാണാം കേട്ടോ. ഇത് അവിടുത്തെ കുറച്ച് സുവനീഴ്സും കുറച്ച് എന്താ പറയുക വഴിയോര കാഴ്ചകളാണ് കേട്ടോ. അവിടുത്തെ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് പോലെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ്. കണ്ടപ്പോൾ വളരെ രസകരമായി തോന്നി. ഇത് ടർക്കിഷ് കോഫി ആണ് അവരവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോയത് ഇവിടുത്തെ നാഷണൽ പാർക്കിലായിട്ടാണ് കേട്ടോ. ഇത് അവിടുത്തെ ലീബിയ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഞാൻ തായ്ലൻഡിലെ ഒരു എന്താ പറയുക നമുക്ക് തായ്ലൻഡ് ഭാഷ എഴുതുന്ന പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ വലിയൊരു ഗാർഡനാണ്. ഞാൻ പറഞ്ഞത് ഇത് ആക്ച്വലി ആ പ്രസിഡൻ്റെ വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ വയലറ്റ് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഈ കോൺ പോലത്തെ കുറേ മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് കേബിൾ കാറിൽ കയറി നമ്മളിനി താഴത്തേട്ട് പോവുകയാണ്. ഈ കാഴ്ചയും വളരെ അമേസിങ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ സിറ്റിയിലെ അത്യാവശ്യം എല്ലാ സൈറ്റ് സീയിങ് ഡെസ്റ്റിനേഷൻസും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ല ബ്രിഡ്ജ്, അതിൻ്റെ എന്താ പറയുക പീസ് ബ്രിഡ്ജാണ്, ബ്രിഡ്ജ് ഓഫ് പീസ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കത്തീഡ്രൽ കാണാൻ പറ്റും, ട്രിനിറ്റി കത്തീഡ്രൽ. പിന്നെ അവിടുത്തെ കുറച്ച് ഐറ്റംസ് അതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പോയത് ആക്ച്വലി ഇതേ ഒരു ബോട്ട് ട്രിപ്പ് എടുക്കാനാണ്. നമുക്ക് ബോട്ടിൽ കയറി ഒരു നല്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ചെറിയ ചെറിയ വാട്ടർഫോൾസും പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ ബോട്ട് ട്രിപ്പ് കയറിയത് കേട്ടോ. അപ്പോൾ ആ ബോട്ട് ട്രിപ്പിൽ കയറി കഴിഞ്ഞിട്ട് ഇവിടുത്തെ കനാൽ കാണാമല്ലോ. അങ്ങനെ വലിയ രസമുള്ള കനാലൊന്നുമല്ല, പക്ഷേ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദി ബ്രിഡ്ജ് ഓഫ് പീസ് നമുക്ക് വളരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് കണ്ടില്ലേ. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് രണ്ട് റോഡിലൊക്കെ നമ്മളൊരു ആംസ്റ്റർഡാമിൽ പോകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. നമുക്ക് ആംസ്റ്റർഡാമിലും ഇതുപോലത്തെ ഒരു കനാൽ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് പല പല കാഴ്ചകൾ കാണാൻ പറ്റും. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളി. ഈ ചേർച്ചിൻ്റെ പേര് മെറ്റഹി ചേർച്ച് എന്നാണ് കേട്ടോ. കറക്റ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്തത് എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അത് എല്ലാം ചരിത്രം ഉറങ്ങുന്ന കുറേ സ്ഥലങ്ങളാണ് ഇവിടുത്തെ. അടിപൊളി വെതറുമായിരുന്നു. നമുക്ക് ഭയങ്കര ഭാഗ്യമുണ്ടായിരുന്നു. ജോർജിയയിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബ്യൂട്ടിഫുൾ വെതറും നല്ല എന്താ പറയുക ഭയങ്കര സൺഷൈനുമായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇത് കണ്ടില്ല, ഇങ്ങനെ പാറയുടെ ഏറ്റവും മുകളിലാണ് വീടുകളൊക്കെ പണിത് വെച്ചിരുന്നത്. നല്ല കാഴ്ചയായിരുന്നു. ഇതാണ് അവർ പറഞ്ഞ ഒരു വാട്ടർഫോൾ കേട്ടോ. 2 വാട്ടർഫോൾ കാണിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. ഇതിൻ്റെ ഉള്ളിലൊരു വാട്ടർഫോളുണ്ട്. ഇതൊക്കെ നമ്മളിതിനേക്കാൾ വലിയ വലിയ വാട്ടർഫോൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്കത്ര ഒരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ ഈ മരത്തിൻ്റെ മുകളിൽ കുറേ വെള്ളപ്രാവുകൾ, അത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അധികം കാണാൻ പറ്റുന്നില്ല, പക്ഷേ അതൊരു നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. കാണാൻ നമുക്ക് സാധിച്ചു. അതൊരു പ്രത്യേക കാഴ്ചകളായിരുന്നു. പക്ഷേ ഈ സീനറി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ആയിരുന്നു. അല്ലെങ്കിലും ജോർജിയ വളരെ വെൽ നോൺ ആണ് ഫോർ ദ സീനറി നേച്ചറായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ നടുക്ക് നമ്മൾ ഉള്ളിൽ കയറി, അതായത് മുകളിൽ കയറി. ഇതാണ് ആ സംഭവം. 2 സ്ഥലങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന ബ്രിഡ്ജ് ഓഫ് പീസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അതിലൊക്കെ പോയപ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് പടം വരയ്ക്കണ കണ്ടു. അപ്പോൾ ഞാനൊന്ന് കൗതുകത്തോടെ പോയി ഒന്ന് നോക്കിയാണ്ട് എന്ത് രസമായിട്ട് ചേച്ചി വരയ്ക്കണേന്ന് അറിയാമോ. പിന്നെ നല്ല സമ്മർ ടൈമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കുറേ എന്താ പറയുക ബെറീസും വാട്ടർമെലണും എല്ലാം കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറാമൂന് അപ്പം തന്നെ നമ്മുടെ മൾബറി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം തുടങ്ങി. അമ്മ പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങളെല്ലാവരും ഫീഡ് ചെയ്യുമായിരുന്നു. ഇതിന് ശേഷം ഈ കാണുന്ന പാട്രിയാർക്ക് ഓഫ് ജോർജിയ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്നു പോയപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ കുട്ടി കുട്ടി റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഈ സ്ട്രീറ്റ് നമ്മളെ ലീഡ് ചെയ്യുന്നത് അവിടുത്തെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു പഴമയാർന്ന ഒരു ഓർത്തഡോക്സ് ചർച്ചിലേട്ടാണ് കേട്ടോ. ഈ കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്.
ഈ ചേർച്ചിൻ്റെ പേര് ആൻറ്റി ഷിഷാത്തി ബസിലിക്ക ജോർജിയൻ ആണ് കേട്ടോ. ജോർജിയൻ ഓർത്തഡോക്സ് ചേർച്ചാണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് 18-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ഒരു ചേർച്ചാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഫോട്ടോസ് എടുക്കാൻ പാടില്ലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പോയത് ദ ലീനിങ് ടവറിലേട്ടാണ്. ദ ലീനിങ് ക്ലോക്ക് ടവർ എന്നാണ് കേട്ടോ, സോറി. അപ്പം നല്ലൊരു കാഴ്ചയായിരുന്നു. നല്ലൊരു പ്രത്യേകതയുള്ള രസമുള്ള കുറേ കാഴ്ചകളായിരുന്നു ഇത്. അവിടെ അവർ സൈഡിലൊരു ചേട്ടൻ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. നമുക്ക് ഒരു എന്താ പറയുക, സുവനീർ പോലെ തരാണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ നിന്ന നിമിഷം കൊണ്ട് തന്നെ എടുത്ത് നമുക്കിങ്ങനെ ഒരു സുവനീർ പോലെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നപ്പോഴാണ് അവിടെ നല്ല നമ്മൾ നേരത്തെ ആ പാട്ട് പാടുന്ന പിയാനോ വായിക്കുന്ന ഒരു അമ്മച്ചീനെ കണ്ടില്ലേ, അവിടെ ആ റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. അവിടെ നല്ല ഒത്തൻറ്റിക് ജോർജിയൻ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ കയറി. ഈ ആംബിയൻസ് ഉണ്ടല്ലോ, അമേസിങ് ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു ബിഗ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഒരുമിച്ച് ടേബിളൊക്കെ ഇട്ട് തന്ന് നമുക്ക് അവിടെ നിന്ന് ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. ഇനി വരുന്നത് അവിടുത്തെ എന്താ ടിപ്പിക്കൽ ഫുഡാണ്. ലോബിയോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു സ്പെഷ്യൽ ക്ലേ പോട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ ബീൻസിൻ്റെ ഒരു ഡിഷാണ് കേട്ടോ. എനിക്കിഷ്ടമായി. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കാർച്ചോ എന്ന് പറഞ്ഞൊരു സൂപ്പായിരുന്നു കേട്ടോ. ഇത് കിങ്കിലി, അവിടുത്തെ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു. പിന്നെ എന്താ, ഡാഡിയും ജെൻസൊക്കെ കഴിച്ചത് അവിടുത്തെ ടിപ്പിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക ഇതായിരുന്നു, സോസേജ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വഴിയായ കാഴ്ചകളാണ്. നല്ല ഫുഡായിരുന്നു. ബൈ ജോർജിയൻ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങളൊരു മസാജിന് പോയി. ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പോയി. പിന്നെ നമുക്ക് ഡിന്നർ ടൈം ആയിരുന്നു. ഡിന്നർ ടൈം നമ്മൾ ടർക്കിഷ് കഴിക്കാൻ പോയി കേട്ടോ. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ ദിവസം ഞങ്ങൾ തീർന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട.